ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും അടുത്തായിട്ട് നമ്മൾ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, ബി യുണീക്ക് ഇസ്രായേൽ എന്ന പേരിൽ. ആ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് കുറേ കോളുകളും മെസ്സേജുകളും ഒക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ടോട്ടലായിട്ട് ഒഴിവായിട്ടില്ല. എന്നാലും കുറേയേറെ പ്രയോജനങ്ങൾ രണ്ട് ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടായി. ഏകദേശം 1025 പേരോളം ഉള്ള രണ്ട് ഗ്രൂപ്പ് നമ്മളിപ്പോൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൽ പിന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും സംശയങ്ങൾ ചോദിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരുടെയും സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതിന് ഞാൻ അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വന്നപ്പോൾ അതിനോട് സഹകരിക്കുന്ന എല്ലാവരോടും ആ ഗ്രൂപ്പിൽ വളരെ തന്മയത്വത്തോടു കൂടി, എന്താ പറയുക, അച്ചടക്കത്തോടു കൂടി ആ ഗ്രൂപ്പ് ഇപ്പോഴും കൊണ്ടുപോകാൻ സഹകരിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, നാട്ടിലെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേക ഒരു ഗൂഗിൾ മീറ്റ് ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ ഗ്രൂപ്പും കൂടി വന്നതിന് ശേഷം വന്ന കുറേ സംശയങ്ങൾ, പോസ്റ്റ് ഓഫീസ് സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അപ്പം ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുന്ന വിവരങ്ങൾക്ക് കുറച്ചുകൂടി ആധികാരികത ഉണ്ട് എന്ന് തോന്നിയതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന്റെ റിസൾട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു ഗ്രൂപ്പിലെ മെമ്പറായിട്ട് തന്നെയുള്ള നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരി, ആ സഹോദരി ജോലി ചെയ്യുന്ന ഫാമിലിയിൽ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഇസ്രായേലിയെ നമുക്ക് കണക്ട് ചെയ്ത് തന്നു. നമ്മളുടെ സംശയങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് കുറച്ചു നേരം നമുക്ക് വേണ്ടിയിട്ട് ആ ഇസ്രായേലി യുവതി നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് റിറ്റു എന്ന പേരുള്ള സഹോദരിയെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പൊ കോമൺ ആയിട്ട് വരുന്ന കുറെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇസ്രായേലിലേക്ക് ജോലിക്കായിട്ട് വരുന്ന ഒരു ആൾക്ക് ഇസ്രായേലിൽ എത്തിയതിനു ശേഷം എത്ര നാളുകൾക്ക് ശേഷമാണ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുക? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? നമുക്കൊരു എംപ്ലോയർ ഉണ്ടാവണം എന്ന് നിർബന്ധമാണോ? അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ എംപ്ലോയർ കൂടെ വരണം എന്ന് നിർബന്ധം ഉണ്ടോ? 4 ചോദ്യമാണേ. 1, എത്ര കാലയളവിലാണ് നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുക? ഇസ്രായേലിൽ എത്തിയതിനു ശേഷം നമ്മുടെ പാസ്പോർട്ടിൽ വാലിഡ് വിസ എന്ന് നമുക്ക് കിട്ടുന്നോ? നമുക്കൊരു എംപ്ലോയർ എന്നുണ്ടോ അന്ന് തൊട്ട് എത്ര ദിവസം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് അക്കൗണ്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് 3 മാസമോ 6 മാസമോ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. വേണം, വാലിഡ് വിസ ഉണ്ടാവണം. പക്ഷേ നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എംപ്ലോയർ ഉണ്ടെങ്കിൽ ആ എംപ്ലോയറിന്റെ പേരിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് തുടങ്ങാം. ഇത് കെയർ ഗിവറിന് മാത്രമല്ല ബന്ധം, കെയർ ഗിവിംഗ് ജോലിയിലുള്ളവർക്ക് മാത്രമല്ല ബാധകം. അല്ലാതെയുള്ള അഗ്രികൾച്ചറിലാണെങ്കിലും കൺസ്ട്രക്ഷനിലാണെങ്കിലും ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് സ്വന്തമായി ഒരു എംപ്ലോയർ എന്നുണ്ടോ അന്ന് തൊട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് 3 മാസമോ 6 മാസമോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ രേഖകളാണ് ഇതിന് വേണ്ടത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമുക്ക് വാലിഡ് പാസ്പോർട്ടിൽ വിസ ഉണ്ടാവണം, എംപ്ലോയർ ഉണ്ടാവണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു നിയമമാണ്, നമ്മളുടെ ഒരു സെക്കൻഡ് ID നമ്മൾ അവിടെ കാണിക്കണം. അതായത് പാസ്പോർട്ടാണ് നമ്മുടെ മെയിൻ ID, നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ നമ്മുടെ നാട്ടിലെ പാൻ കാർഡ് കൂടി അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാ പോസ്റ്റ് ഓഫീസിലും ചോദിക്കുന്നില്ല, ചില പോസ്റ്റ് ഓഫീസിൽ ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി പോയിട്ട് പാൻ കാർഡ് ചോദിച്ചില്ല, പക്ഷെ ചില പോസ്റ്റ് ഓഫീസുകളിൽ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം, പാസ്പോർട്ടിൽ വിസ ഉണ്ടായിരിക്കണം, നമുക്കൊരു എംപ്ലോയർ ഉണ്ടായിരിക്കണം, പ്ലസ് പാൻ കാർഡ്. ഇനി പാൻ കാർഡിന്റെ ഒറിജിനൽ കാർഡ് നമ്മുടെ കയ്യിൽ വേണം എന്ന് നിർബന്ധമില്ല. പാൻ കാർഡിന്റെ നമ്പർ മാത്രം മതി. ഓക്കെ. അപ്പോൾ എന്നെ കേൾക്കുന്ന നാട്ടിൽ നിന്ന് ഇനി വരാനിരിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ നമ്മുടെ പാൻ കാർഡ് ഒന്നുമില്ലെങ്കിൽ ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചർ എടുത്ത് ഫോണിൽ സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ പാൻ കാർഡ് ഉണ്ടാവണം, പ്ലസ് 60 ഷെക്കൽ. ഓക്കെ. അപ്പോൾ പാസ്പോർട്ട്, വാലിഡ് വിസ, നമുക്ക് എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, എംപ്ലോയർ ഉണ്ടായിരിക്കണം, പ്ലസ് 60 ഷെക്കൽ, 60 ഷെക്കൽ. ഇത്രയും കാര്യങ്ങൾ മതി. ഇനി അടുത്ത ചോദ്യം, അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ എംപ്ലോയർ നമ്മുടെ കൂടെ വരണമോ? എംപ്ലോയർ നമ്മുടെ കൂടെ വരണം എന്ന് നിയമമില്ല, നിർബന്ധമില്ല. പക്ഷേ എംപ്ലോയറിന്റെ ഐഡന്റിറ്റി കാർഡ്, ഒറിജിനൽ ID നമ്മുടെ കയ്യിൽ അവർ തന്നു വിട്ടാൽ മതി. അതായത് ത്യുദാത്ത് സൗദ് എന്നാ പറയുന്നത്. ഹീബ്രുവിൽ അതിന് പറയുന്നത് ത്യുദാത്ത് സൗദ്, ഐഡന്റിറ്റി കാർഡ്. അപ്പൊ ആ ത്യുദാത്ത് സൗദ് നമ്മുടെ കയ്യിൽ തന്നു വിടണം.
അതുപോലെ തന്നെ നമ്മൾ ഒരു ഏജൻസിയിൽ ഒരു എംപ്ലോയറിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് നമ്മളൊരു ഒരു ഏജൻസിയുടെ കീഴിൽ ഒരു എംപ്ലോയറിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആണ് എന്നുള്ള ലെറ്റർ ഉണ്ട്. അതിന് ഹീബ്രുവിൽ പറയുന്നത് മിഖ്താവ് ഹസ്സമ എന്നാണ് പറയുന്നത്. ഈ മിഖ്താവ് ഹസ്സമയിൽ നമ്മുടെ പേരും നമ്മുടെ ഐഡിയും പേഷ്യന്റിന്റെ പേര്, പേഷ്യന്റിന്റെ ഐഡി, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് പ്രൂഫിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പൊ അതും ഈ നമ്മുടെ എംപ്ലോയർ നമ്മുടെ കയ്യിൽ തന്നുവിടുന്ന ഐഡന്റിറ്റി കാർഡും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ തന്നെ പോയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ കോമൺ ആയിട്ടുള്ള സംശയം. അടുത്തത്, ഇസ്രായേലിൽ നിന്ന് നിർത്തി പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പോകണമോ വേണ്ടയോ, നിർബന്ധമാണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ബെറ്റർ ടു ക്ലോസ്. പോകുന്നതിന് മുമ്പ് അതിന് സമയവും സാഹചര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം സാധാരണ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ഡീആക്ടിവേറ്റ് ആവും. പക്ഷെ ഈ 3 മാസം വരെ, ഇത് ക്ലോസ് ആവുന്നത് വരെ എന്തെങ്കിലുമൊക്കെ സർവീസ് ചാർജുകളോ, നമ്മൾ ഇവിടുന്ന് നിർത്തി പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സർവീസ് ചാർജ് മൈനസ് ബാലൻസ് ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ട് നിന്നതെങ്കിൽ നമ്മൾ ജോലി ചെയ്തിരുന്ന ഫാമിലിയിലേക്ക് അവരിങ്ങനെ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഫാമിലികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പോകുന്നതാണ് ബെറ്റർ, പക്ഷെ നിർബന്ധമില്ല. അടുത്ത കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, നമ്മുടെ അക്കൗണ്ടിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എപ്പോഴും പെർമനന്റ് ആയിട്ട് ഒരു നിക്ഷേപമായിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? എന്തുകൊണ്ടാണ് ഒരുപാട് സർവീസ് ചാർജുകൾ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്നത്? അപ്പോൾ അതിന് കിട്ടിയ ഉത്തരം ഇതാണ്. ഇത്ര എമൗണ്ട് കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യവും പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്വീകരിക്കുന്ന സർവീസുകൾക്ക് സർവീസ് ചാർജുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു മാസം ഞാൻ എത്ര പ്രാവശ്യം പോസ്റ്റ് ഓഫീസിന്റെ സഹായങ്ങൾ ഉപയോഗിക്കുന്നു, പൈസ അയക്കാനാണെങ്കിലും പൈസ സ്വീകരിക്കാനാണെങ്കിലും. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ ഇടുന്നതും ഒരു സർവീസാണ്, നമ്മൾ പൈസ അയക്കുന്നതും സർവീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പൈസ അയക്കുന്നു, എത്ര പ്രാവശ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ റിസീവ് ചെയ്യുന്നു, ഇതിനോരോത്തിനും സർവീസ് ചാർജുകളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാ? പോസ്റ്റ് ഓഫീസിലേക്ക് പൈസ വരുമ്പോൾ തന്നെ അയ്യോ പൈസ അവിടെ കിടന്നു കഴിഞ്ഞാൽ സർവീസ് ചാർജ് പോവും, കട്ടായി പോവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മുഴുവനുമായിട്ടും വിഡ്രോ ചെയ്യും, 0 ബാലൻസ് ആക്കി ഇടും. അങ്ങനെ 0 ബാലൻസ് ആയി പോയി കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ സ്വീകരിക്കുന്ന സർവീസുകൾ ഉണ്ടല്ലോ, ആ ഒരു കാലയളവിൽ നമ്മൾ സ്വീകരിക്കുന്ന സർവീസുകൾക്കുള്ള സർവീസ് ചാർജുകൾ പിടിക്കാനായിട്ടുള്ള എമൗണ്ട് ആ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു എങ്കിൽ നെക്സ്റ്റ് മന്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുമ്പോൾ എത്ര സർവീസുകളുടെ ആണോ സർവീസ് ചാർജ് അവർക്ക് പിടിക്കാനുള്ളത് അതെല്ലാം ഒരുമിച്ച് അവർ പിടിക്കും. അതുകൊണ്ടാണ് ഓരോ മാസവും നമുക്ക് 25 ഷെക്കലും 30 ഷെക്കലും 35 ഷെക്കലൊക്കെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് പോകുന്നത്. അടുത്ത കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈസ്ര കാർഡിനെ കുറിച്ചാണ്. പോസ്റ്റ് ഓഫീസിന്റെ ക്രെഡിറ്റ് കാർഡ്, ഈസ്ര കാർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. 2 കാർഡുണ്ട്, ഒന്ന് ഈസ്ര കാർഡ്, ഒന്ന് മാസ്റ്റർ കാർഡ്. രണ്ടിന്റെയും സർവീസ് ചാർജുകളും സർവീസും എല്ലാം ഒരേപോലെ തന്നെയേ ഉള്ളൂ. ഈസ്ര കാർഡ് ആണെങ്കിലും മാസ്റ്റർ കാർഡ് ആണെങ്കിലും നമുക്ക് ഇന്റർനാഷണൽ ആയിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈസ്ര കാർഡ് ആണെങ്കിലും മാസ്റ്റർ കാർഡ് ആണെങ്കിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ കാർഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. മാസ്റ്റർ കാർഡ് അങ്ങനെയാണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ഈസ്ര കാർഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാവരിലേക്കും ഇത് എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊരു നല്ല സർവീസാണ്. അപ്പൊ ഈസ്ര കാർഡ് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റിൽ അവർ അയക്കുവാണെങ്കിൽ അത് ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ കെയറിൽ വിളിച്ച് അതിനൊരു പ്രത്യേക ഒരു മാർഗമുണ്ട്. ആ കാർഡ് ചാലു ആകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാര്യങ്ങളുണ്ട്. നമ്മൾ വിളിക്കണം, അവരോട് സംസാരിക്കണം, ആക്റ്റീവ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ആ കാർഡ് ചാലു ആവുള്ളൂ. ഈ കാർഡ് ചാലു ആകാതെ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്കുള്ള സർവീസ് ചാർജ് കട്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കയ്യിൽ കാർഡ് കിട്ടുമ്പോൾ നമ്മളത് ഓപ്പൺ ആക്കി അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് വറീഡ് ആവേണ്ട കാര്യമില്ല. പക്ഷെ വൺസ് നമ്മൾ അവരെ വിളിച്ച് ഈ കാർഡ് ഓപ്പൺ ആക്കി സർവീസ് ആ കാർഡിന്റെ സർവീസ് സ്വീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈസ്ര കാർഡിന്റെ സർവീസ് ചാർജിലേക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കട്ടാവും എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഈ കാർഡ് ആക്റ്റീവ് ആക്കി, പക്ഷെ നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു അവസരമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല,
അങ്ങനെ ആർക്കെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന് വിളിക്കേണ്ട നമ്പറാണ് *6272 *6272. ഇങ്ങനെയൊക്കെയുള്ള ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിക്കുമ്പോൾ നല്ല ക്ഷമ വേണം. അത് അവർ പ്രത്യേകം പറഞ്ഞു. കുറേ സമയം എടുക്കും ആരെങ്കിലും ലൈനിൽ കിട്ടാൻ. അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹീബ്രു അറിയാവുന്നവരാണെങ്കിൽ ഹീബ്രുവിൽ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ചില കാര്യങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ലൈനിൽ കിട്ടുന്ന ആള് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ലാത്ത ആളായിരിക്കാം. അപ്പൊ അറിയാവുന്ന ഹീബ്രുവിൽ അവരോട് പറയുക എനിക്ക് ഇംഗ്ലീഷിലാണ് സർവീസ് വേണ്ടതെന്ന് പറയുക. അപ്പൊ അവരത് കണക്ട് ചെയ്ത് തന്നോളും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കാർഡ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ *6272. അടുത്ത സംശയം, നമ്മളുടെ അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും എമൗണ്ടിന് ലിമിറ്റേഷൻസ് ഉണ്ടോ? അതായത് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം ഇത്ര രൂപയെ വരാൻ പാടുള്ളൂ, ഇത്ര രൂപയെ ആ അക്കൗണ്ടിൽ നിന്ന് അയക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അതിന്റെ ഉത്തരം ഇതാണ്: നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്ന എമൗണ്ടിന് ലിമിറ്റേഷൻ ഇല്ല. നോ ലിമിറ്റ് ടു റിസീവ്. ഓക്കെ, പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ലിമിറ്റേഷൻ ഉണ്ട്. 30,000 ഷെക്കലാണ് ഒരു മാസം നമ്മളുടെ ലിമിറ്റ്. 30,000 ഷെക്കൽ. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ മറ്റു സംവിധാനങ്ങളിലേക്ക് പൈസ അയക്കുന്നു. അങ്ങനെയൊക്കെയുള്ളതിൽ 30,000 ഷെക്കലാണ് ലിമിറ്റേഷൻ. അതേസമയം നമ്മൾ ഇവിടുന്ന് ജോലിയൊക്കെ നിർത്തി പോകുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ പിച്ചിയും പൈസ, നമ്മുടെ പെൻഷനും കാര്യങ്ങളൊക്കെ ആ ഫൈനൽ കാൽക്കുലേഷനിലുള്ള എമൗണ്ട് ഉണ്ടല്ലോ. ചിലരൊക്കെ 6, 7 വർഷമൊക്കെ ജോലി, അല്ലെ 10 വർഷം, 12 വർഷം, 15 വർഷമൊക്കെ ജോലി ചെയ്തവർക്ക് ഒരു നല്ലൊരു എമൗണ്ട് പിച്ചിയും പൈസയായിട്ട് നമുക്ക് വരും. അപ്പൊ ഈ 30,000 ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പം 60,000, 70,000, 80,000 ഷെക്കലൊക്കെ കാണും. അപ്പൊ കൂടുതലും എല്ലാവരും ആശ്രയിക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഇടുവാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഫാമിലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ബൈ ക്യാഷ് ആയിട്ട് കൈ തരത്തില്ല, അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുവുള്ളൂ എന്ന് വാശി പിടിക്കും. അപ്പൊ ഈ അക്കൗണ്ടിലേക്ക് വരുന്ന ഇങ്ങനെയുള്ള എമൗണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടിലെ ബാങ്കിലേക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് അയക്കാം. അതായത് യൂറോ ജീറോ വഴിയോ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ വഴിയോ എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ അക്കൗണ്ട് നമ്പറിലേക്ക്, നീമയിലേക്കോ റിവേറിലേക്കോ അല്ലെങ്കിൽ GMT അയക്കുന്നതിന് ഈ 30,000 ഷെക്കല് ബാധകമാണ്. അതേസമയം ഇസ്രായേൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പൈസ അയക്കാൻ ലിമിറ്റേഷൻ ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇത്രയാണ് കോമൺ ആയിട്ട് നമുക്ക് വന്ന സംശയങ്ങൾ. ഇനി അതുകൂടാതെ പാഴ്സൽ സർവീസിനെ കുറിച്ച് ഒരു സംശയം വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോ പണ്ടത്തെ പോലെ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സൽസ് അയക്കാൻ പറ്റാത്തത്? പണ്ടൊക്കെ നമുക്ക് 20 കിലോ, മാക്സിമം 20 കിലോ അല്ലെങ്കിൽ 20 കിലോയിൽ കഴിഞ്ഞാൽ പിന്നെ ഇത്ര കിലോ, അങ്ങനെയൊക്കെ നമുക്ക് വലിയ വലിയ പാഴ്സൽസ് അയക്കാൻ പറ്റുമായിരുന്നു ഷിപ്പ് കാർഗോ വഴി. ഇപ്പൊ ഷിപ്പ് കാർഗോ ക്ലോസ്ഡ് ആണ്. കാരണം യുദ്ധമായതുകൊണ്ട് തന്നെ ഷിപ്പ് ടു ഷിപ്പ് അവർക്ക് ഓരോ ബോർഡറും കടന്നു പോകുന്നതിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഷിപ്പ് കാർഗോ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എയർ കാർഗോ ഇപ്പോഴും ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും അയക്കാം. പക്ഷെ ഷിപ്പ് കാർഗോയുടെ പോലെ ചീപ്പ് അല്ല, എയർ കാർഗോ നല്ല എക്സ്പെൻസീവ് ആണ്. അതാണ് പാഴ്സൽ സർവീസിനെ കുറിച്ച് പറയാനുള്ളത്. അവസാനമായിട്ടുള്ള ഒരു ഡൗട്ട്, നമ്മളുടെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ എന്തെങ്കിലും ഒരു പാഴ്സൽ റിസീവ് ചെയ്യുവാന്ന് വിചാരിച്ചു, നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ, എല്ലാവരും ഓൺലൈൻ പർച്ചേസിംഗിൽ എന്താ പറയുക ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറേ ആൾക്കാർ ഇവിടെ. ഈ ടെമു അല്ലെങ്കിൽ വിഷ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൈറ്റുകളിൽ നിന്ന്, പിന്നെ അലി എക്സ്പ്രസ് അങ്ങനെയൊക്കെയുള്ള സൈറ്റുകളിൽ നിന്ന് ഓൺലൈനിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പാഴ്സൽസ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എത്ര ദിവസം വരെ ആ പാഴ്സൽ പോസ്റ്റ് ഓഫീസിൽ സൂക്ഷിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കിട്ടിയ മറുപടി, നമ്മളുടെ പേരിൽ, നമ്മളുടെ ഐഡിയിൽ ഒരു പാഴ്സൽ ഒരു പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ഫോണിലേക്ക് അവർ മെസ്സേജ് അയക്കും. ആ മെസ്സേജ് കിട്ടുന്ന അന്ന് തൊട്ട് 14 ദിവസം വരെ പോസ്റ്റ് ഓഫീസിൽ അവരത് കീപ്പ് ചെയ്യും. ഇതിനോടകത്ത് നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ മെസ്സേജ് കിട്ടിയ അന്ന് തന്നെ ചെല്ലാതിരിക്കുക, പിറ്റേ ദിവസം തൊട്ട് ഒരു 14 ദിവസം. ഇനി ഈ 14 ദിവസം എന്ന് പറയുന്നത്, ഈ 14 ദിവസത്തിന്റെ ഉള്ളിൽ സാറ്റർഡേ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. സാറ്റർഡേ കൂട്ടാതെ 14 ദിവസം വരെ പാഴ്സൽ പോസ്റ്റ് ഓഫീസിൽ കീപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് മെസ്സേജുകൾ വരുന്ന നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു സർവീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ,
നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുമ്പോഴും പൈസ പോകുമ്പോഴും ഒക്കെ മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ഉണ്ട്. അത് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാ മാസവും 6 ഷെക്കൽ വീതം കട്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി അതിനൊരു ഫോം ഉണ്ട്, അത് പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് പേര് ഓൺലൈൻ ബാങ്കിങ് ഓപ്പൺ ചെയ്തിട്ട് അത് ലെവൽ 4 ആവാനായിട്ട് വൈകുന്നു, ലെവൽ 4 ആക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് ഇത്തിരി ക്ഷമ വേണം കേട്ടോ. അവർ പ്രത്യേകം പറഞ്ഞു ഇതിന് വേണ്ടത് ക്ഷമയാണ്. ഓക്കെ, നമുക്ക് ഈ ലെവൽ 4 തുടങ്ങണമെന്ന്, അതായത് ഓൺലൈൻ ബാങ്കിങ് തുടങ്ങാനായിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും മാത്രം മതി. യൂസർ നെയിമും പാസ്വേഡും അവർ വിട്ടു നമ്മൾ വീട്ടിൽ പോയി അത് ഓപ്പൺ ചെയ്ത അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഓൺലൈനിൽ പൈസ അയക്കാൻ നോക്കിയാൽ അത് ആക്റ്റീവ് ആകത്തില്ല. കുറഞ്ഞത് 4 ദിവസമെങ്കിലും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. 4 ദിവസത്തിന് ശേഷവും നമുക്ക് ഓൺലൈനിൽ പൈസ അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനൊരു ഇമെയിൽ ID ഉണ്ട്. ആ ഇമെയിൽ ID ഞാനിവിടെ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ഈ ഇമെയിൽ IDയിലേക്ക് ഇനി പറയുന്ന ആ ഒരു മെയില് മാത്രം നമ്മൾ കൊടുക്കുക. നമ്മളുടെ പേര്, നമ്മളുടെ ID, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇതെല്ലാം കൊടുത്തിട്ട്, അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എടുത്തവരാണെങ്കിൽ അതിന്റെ നമ്പർ ഇതെല്ലാം വെച്ചിട്ട് എൻ്റെ അക്കൗണ്ട് ലെവൽ 4 എന്ന നിലയിലേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്ലീസ് ഡു ദ നീഡ്ഫുൾ എന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതി ഈ പറയുന്ന മെയിലിലേക്ക് നമ്മൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. ഇതിനെല്ലാം ക്ഷമ വേണം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇത് ശരിയാവത്തില്ല. അപ്പോൾ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുന്നവര് ഏറ്റവും കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇതിന്റെ പുറകെ പോകാവുള്ളൂ. ഓക്കെ, ഇനി 4 ദിവസം കഴിഞ്ഞിട്ടും മെയിൽ അയച്ചിട്ടും നമ്മൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നില്ല, ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്. 02-500-5303 02-500-5303. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ ഇവിടെ വിളിക്കുമ്പോഴും നല്ല ക്ഷമ വേണം, ആരെങ്കിലും ഒരാളെ ലൈനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നമ്മളുടെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ നമ്പറിൽ നിന്ന് തന്നെ വിളിക്കണം കേട്ടോ. വേറൊരാളെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒത്തിരി പേര് ഇത് ക്ലിയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് അതിന് സഹായിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ നമ്പറിൽ നിന്ന് നമ്മൾ തന്നെ വിളിക്കണം. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഫാമിലിയിൽ ആരുടെയെങ്കിലും സഹായം തേടുക, നിങ്ങളുടെ നമ്പറിൽ നിന്ന് വിളിക്കുക, നിങ്ങളും കൂടെ ഇരുന്നിട്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൽ ചെയ്യുക. മെയിലിനും റിപ്ലൈ കിട്ടുന്നില്ല, അവിടെയും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അതേപോലെ തന്നെ ആരുടെയെങ്കിലും യൂസർ നെയിമും പാസ്വേഡും ബ്ലോക്ക് ആയി പോവുകയോ അത് ക്ലിയർ ചെയ്യണമെങ്കിലും ഈ നമ്പറിൽ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് കോമൺ ആയിട്ട് വന്ന പോസ്റ്റ് ഓഫീസ് സർവീസുകളെ കുറിച്ചുള്ള സംശയങ്ങൾ. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയ്ക്ക് ഇച്ചിരി നീട്ടമുണ്ട്, ക്ഷമയോടുകൂടി കേട്ട എല്ലാവർക്കും നന്ദി. അപ്പൊ ഇതുപോലെയുള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ ഇതുപോലെയുള്ള വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് കണ്ടെത്തി നമ്മൾ ഇനിയും ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഗ്രൂപ്പിൽ കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേർക്കുണ്ട്. എല്ലാവർക്കും കൂടെ സഹായമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം. ബൈ ബൈ.